Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 4 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ iOS 16 പബ്ലിക് ബീറ്റ 2ഉം ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 1.53 GB ഐഫോൺ 11. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOS 16 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി Xcode 14 ബീറ്റ 4ഉം റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് watchOS മാത്രമാണ് ഇപ്പോൾ ലഭിക്കാത്തത്. അപ്പോൾ ഈ ഒരു iOS 16 ഡെവലപ്പർ ബീറ്റ 4ൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും 20A5328H എന്ന്. അതായത് നമുക്ക് എന്തായാലും അറിയാം, നമ്മുടെ സെപ്റ്റംബർ 11 നമ്മുടെ iOS 16 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഒരു 4-5 ബീറ്റാസും കൂടെ നമുക്ക് ഇനി എന്തായാലും ലഭിക്കാനുണ്ടാവും. പിന്നീട് ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ നമുക്ക് ഒരു പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓൺലി ഇൻ 13 സീരീസ് 13 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐഫോൺ 13 സീരീസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബീറ്റയിൽ പുതിയൊരു മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. വേറെ ഒരു ഡിവൈസിലും ഒരു അപ്ഡേഷൻ ഫോംവേഡ് അപ്ഡേഷൻ വന്നിട്ടില്ല. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ലൈവ് ആക്ടിവിറ്റിയിലാണ്. ലൈവ് ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ പോകുമ്പോൾ ഇതാണ് നമ്മുടെ ലൈവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചോദിക്കും, ലൈവ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം നേരത്തെയുള്ള ബീറ്റാസിലൊക്കെ ഉണ്ടായതാണല്ലോ എന്ന് ചോദിക്കും. പക്ഷേ അവിടെയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് Xcode 14 ബീറ്റ 4 എന്ന് പറഞ്ഞ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ Xcode എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ഡെവലപ്പേഴ്സിനുള്ള ഒരു ബേറ്റയാണ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ വന്ന മാറ്റം ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് ഡെവലപ്പേഴ്സിന് ഇനി മുതൽ ലൈവ് ആക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു മാറ്റമാണ് ഈ പറയുന്ന iOS 16 ബീറ്റ 4ൽ വന്നിരിക്കുന്നത്. നമ്മുടെ iOS 16 ആ ഒരു കീനോട്ടിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു നമ്മുടെ സ്റ്റാർബക്സ്, അതേപോലെ ഊബർ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ആ ഒരു ലൈവ് ആക്ടിവിറ്റി ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്പിങ് ഇനി മുതൽ നമ്മുടെ ഡെവലപ്പേഴ്സിന് ചെയ്തു തുടങ്ങാൻ പറ്റുന്നതാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ വന്ന ചെറിയൊരു മാറ്റമാണ്. ഓരോ അപ്ഡേഷന് ശേഷം നമ്മുടെ ആപ്പിൾ ഈ പറയുന്ന ലോക്ക് സ്ക്രീനിൽ റിഫൈൻമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിൽ കസ്റ്റമൈസേഷൻ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഡൺ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കസ്റ്റമൈസ് ന്യൂ ഹോം സ്ക്രീൻ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യാൻ പറയും. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ലേബിൾസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നമുക്ക് കുറച്ചും കൂടെ സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും ഒറിജിനൽ, കളർ, ഗ്രേഡിയൻറ്റ്, ഫോട്ടോസ്, ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ പറയുന്ന ഓരോ ലേബിൾസും നമ്മുടെ iOS 16 ബീറ്റ 4ൽ ഹോം സ്ക്രീനിലും വന്നൊരു മാറ്റമാണ്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് വന്ന മാറ്റം നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിലും അതേപോലെ ഹോം സ്ക്രീനിലുമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു മ്യൂസിക്കിൻ്റെ വോളിയം കൺട്രോൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ പറയുന്ന മ്യൂസിക്കിൻ്റെ വോളിയം സ്ലൈഡ് കുറച്ച് വലുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോളിയം സ്ലൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നീട് ഞാനിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്തു, നമ്മുടെ ലോക്ക് സ്ക്രീൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ പറയുന്ന പാട്ടിൻ്റെ ഈ ഒരു പേരും അതേപോലെ ആ ഒരു ആനിമേഷനും കുറച്ചും കൂടെ തിക്കറായിട്ടുണ്ട്.
അതേപോലെ ബിഗ്ഗർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ആർട്ട് കവർ ടാപ്പ് ചെയ്യുമ്പോൾ എഡ്ജ് ടു എഡ്ജ് ആയിട്ടാണ് ഈ ഒരു ആർട്ട് കവറും വന്നിരിക്കുന്നത്. ഈ ഒരു പാട്ടിൻ്റെ പേരും അതേപോലെ തന്നെ പാട്ടിൻ്റെ സ്ക്രോളിങ് സ്ക്രബിളും നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഈ ഒരു മ്യൂസിക് ആപ്ലിക്കേഷനിൽ വന്ന ചെറിയൊരു ബഗ് എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് കവറിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ജസ്റ്റ് ഒന്ന് ചാടിയത് ഇതേപോലെ നമ്മൾ ഓരോ വട്ടം നമ്മുടെ ആർട്ട് കവറിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ചാടും. ഇത് നമ്മുടെ iOS 16 വന്ന ഒരു ചെറിയൊരു ബഗ്ഗാണ്. പിന്നീട് വന്ന അടുത്ത ചേഞ്ച് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷനിലാണ്. നോട്ടിഫിക്കേഷനിൽ നമ്മൾ നേരെ എടുക്കാനായിട്ട് നമ്മൾ നേരെ സെറ്റിങ്സിന് പോവുക, അവിടെ കൺട്രോൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു ഗ്ലിഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതുതായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ സെലക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കൗണ്ട് എന്നും സ്റ്റാക്ക് എന്നും ലിസ്റ്റ് എന്നും. പക്ഷേ ഡെവലപ്പർ ബീറ്റ 3 അല്ലെങ്കിൽ ബീറ്റ 3 നമുക്ക് ഇവിടെ ഇതേപോലുള്ള ചെറിയൊരു ബാർ ഓപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് ഓപ്ഷനിലായിട്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ മോഡൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഓരോ വട്ടം നമ്മൾ മാറ്റുമ്പോൾ ആ ഒരു ഗ്ലിഫ് മാറുകയും അതേപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ആപ്പിൾ പേയിലാണ്. ആപ്പിൾ പേയിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ പേ സെലക്ട് ചെയ്യുക. ആപ്പിൾ പേ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ പറയുന്ന ബീറ്റ 4 വന്ന പുതിയൊരു മാറ്റമാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ആക്സസിബിലിറ്റിയിലാണ്. ഈ ഒരു ഓപ്ഷൻ വെറുതെ സീനാണ്. കാരണം നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക, നമ്മുടെ ആക്സസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പുതിയ OS റൺ ചെയ്യുന്ന ഐപാഡും ഐഫോണും അതേപോലുള്ള ഡിവൈസുകൾ നിങ്ങളുടെ ഈ ഒരു ഒറ്റ ഡിവൈസ് കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സെയിം ആപ്പിൾ ID ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന iOS 16 പുതിയ സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മുടെ ഈ പറയുന്ന എല്ലാ ഡിവൈസിലും റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ പറയുന്ന ഫീച്ചർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് വെറുതെ കിടിലുമാണ്, സീനായിരിക്കും. നമുക്ക് എന്തായാലും പല സിറ്റുവേഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ല, ചെറിയൊരു മാറ്റമാണ്. നമ്മുടെ സിറി ആൻഡ് സെർച്ചിൽ കോൾ ഹാങ് അപ്പ് നമുക്ക് നമ്മുടെ ബീറ്റ 3 അവർ റിമൂവ് ചെയ്തായിരുന്നു. പക്ഷേ ബീറ്റ 4 അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഉള്ള ബീറ്റാസിലും പറഞ്ഞായിരുന്നു ഈ ഒരു ബീറ്റ അല്ലെങ്കിൽ ഈ ഒരു കൺട്രോളിൽ ചെറിയ എന്തെങ്കിലും മാൽ ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ബീറ്റ 3 റിമൂവ് ചെയ്ത് ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്തുകൊണ്ടായിരിക്കും ബീറ്റ 4 അവർ തിരിച്ചു കൊണ്ടുവന്നത്. അടുത്ത വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും ഒരു മാറ്റം തന്നെയാണ്. നമ്മുടെ ആപ്പ് സ്റ്റോറിലാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൾ ഐഡിയിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ലിസ്റ്റിലില്ല. അതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്നാണ് ഓപ്ഷൻ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് അറിയണമെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ നമ്മുടെ iCloudൽ പോയിട്ട് തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് നോക്കേണ്ട വരും. ഈ ഒരു കാര്യം നമ്മുടെ iOS 16 ബീറ്റ 4 വന്ന മാറ്റമാണ്. പിന്നീട് വന്ന ഒരു ചെറിയ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ DNT മോഡ് ഇടുകയാണ്, ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മളിപ്പോൾ ഓൺ ചെയ്തെന്ന് കരുതുക. അതിനുശേഷം നമ്മുടെ ലോക്ക് സ്ക്രീനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നമ്മുടെ ബീറ്റ 3 നമ്മളവിടെ ടാപ്പ് ചെയ്താലും ഒരു ആനിമേഷനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് മോഡ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പഴയ iOS 15 ആ ഒരു ചേഞ്ച് നമ്മുടെ iOS 16 ഈ ഒരു ബീറ്റയിൽ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഓഫ് ചെയ്യാൻ പെട്ടെന്നുള്ള കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന iOS 16 ബീറ്റ 4 നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് റിസോൾവ്ഡ് ഇഷ്യൂ, അതായത് നമ്മുടെ iOS 16 ബീറ്റ 3 കുറേയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസൊക്കെ നമ്മുടെ ബീറ്റ 4 അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 100ന് മുകളിലായിട്ട് കുറേ അധികം ഇഷ്യൂസ് ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും യൂസർ ക്യാൻ എക്സ്പീരിയൻസ് സ്ലോ ആനിമേഷൻ വെൻ യൂസിങ് സൂം ആഫ്റ്റർ ലീവിങ് ദ മാഗ്നിഫയർ ആപ്പ് ഫിക്സ്ഡ്. അതേപോലെ തന്നെ കുറേ അധികം ആ ഒരു പ്രശ്നങ്ങളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാർപ്ലേ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വയർലെസ് കാർപ്ലേ ക്യാൻ ഫെയിൽ ടു കണക്ട് ഫിക്സ്ഡ്.
ഇതും നമ്മുടെ എല്ലാ ബേറ്റിലും ഞാൻ പറയാം, നമ്മൾ കാറിൽ നമ്മുടെ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അപ്പോൾ ആ മ്യൂസിക് ആപ്ലിക്കേഷൻ കട്ടായി പോകുന്നുണ്ടായിരുന്നു. ആ ഇഷ്യൂ ഇവർ റിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രശ്നം, കണക്ട് ആവാതിരിക്കാനുള്ള പ്രശ്നം അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എന്തായാലും ഇനി ഫോളോ അപ്പ് വീഡിയോയിൽ പറയാവുന്നതാണ്. പിന്നീട് വന്നാണ് നമ്മുടെ സ്റ്റോറേജ് ബഗ്. സ്റ്റോറേജ് ബഗ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റോറേജ് ബഗ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ കൂട്ടുകാർക്കും iOS 15.6 അപ്ഡേഷൻ ചെയ്തപ്പോൾ തന്നെ ആ ഒരു അപ്ഡേഷനിൽ തന്നെ നമ്മുടെ സ്റ്റോറേജ് ബഗ് കുറേയൊക്കെ റിസോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോറേജ് ബഗ് എടുക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ബഗ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റോറേജ് ടാപ്പ് ചെയ്തിട്ട് പോലും വരുന്നില്ല. നമുക്ക് ഒന്നും കൂടെ ആ ഒരു സ്റ്റോറേജ് ബഗ് എടുത്ത് നോക്കാം. ഇപ്പോൾ സ്റ്റോറേജ് എടുക്കാനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോവാം. ഇപ്പോൾ സെറ്റിങ്സിലേക്ക് പോയിട്ട് ജനറൽ അവിടെ സ്റ്റോറേജിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ലോഡാവുന്നുണ്ട്. കുറച്ചധികം സമയം നമ്മുടെ ഈ ഒരു iOS 16 ബീറ്റ 4ൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റോറേജ് എൻ്റെ ഡിവൈസിലുണ്ട്. നമ്മൾ നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ നമ്മൾ iOS ഫയൽ ഡാറ്റ എന്ന് പറയുമ്പോൾ 8.91 GB ആണ്. സിസ്റ്റം ഡാറ്റ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 ബൈറ്റ് എന്നാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കുറേ കൂട്ടുകാർക്കും നമ്മുടെ സ്റ്റോറേജ് ബഗ് കാണിക്കുന്നത്. കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജിൻ്റെ ഈ ഒരു എമൗണ്ട് നമുക്ക് ഐഫോണിൽ കാണിക്കുന്നില്ല. പക്ഷേ നല്ല രീതിക്കുള്ള സ്റ്റോറേജ് ഇവിടുന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്. അത് ഓരോ യൂസേഴ്സിൻ്റെയും ഡിപ്പെൻസിലാണ് നമ്മുടെ ബാറ്ററി പെർഫോമൻസ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ യൂസ് ചെയ്യുന്നത്. എന്നാലും ബാറ്ററി പെർഫോമൻസ് ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബാറ്ററി പെർഫോമൻസ് എന്ന് പറഞ്ഞ കാര്യം ഒരു 4-5 ദിവസം ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ തറോലി റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു OSൽ ബാറ്ററി പെർഫോമൻസ് എന്തോരം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് 88% ആയിട്ട് ബാറ്ററി ഹെൽത്ത് കിട്ടുന്നുമുണ്ട്. പക്ഷേ ഇനി അടുത്ത കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. നമ്മുടെ ഈ പറയുന്ന OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള തേർമൽ മാനേജ്മെൻറ്റ് അഥവാ ഹീറ്റിംഗ്. നല്ല രീതിക്കുള്ള ഡിവൈസ് ചൂടാവുന്നുണ്ട്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക്. പ്രത്യേകിച്ച് ക്യാമറയുടെ ഈ ഒരു ഭാഗവും ബാറ്ററിയുടെ ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും എനിക്ക് നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ഡിവൈസ് ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗവും അതേപോലെ ഈ ഒരു ഭാഗവും നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഈ ഒരു ബെയ്റ്റയിൽ തേർമൽ മാനേജ്മെൻറ്റ് കുറച്ച് നല്ല രീതിക്ക് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ പെർഫോമൻസ് എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ എൻ്റെ പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോൺ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് സിംഗിൾ കോറിൽ വരുന്നത് 1315ഉം മൾട്ടി കോറിൽ വരുന്നത് 3135ഉമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്യൂവോ അതേപോലെ തന്നെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പോ എനിക്ക് പറയുന്ന ഈ ഒരു ബെയ്റ്റിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എടുത്തു പറയുന്നത് ഞാൻ നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു വാംത്താണ്. നല്ല രീതിക്കുള്ള ചൂട് എനിക്ക് ഈ പറയുന്ന ബീറ്റ 4ൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗത്തും ക്യാമറയുടെ ഈ ഒരു ഭാഗത്തും ബാറ്ററി മൊഡ്യൂളിലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൂട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സൈഡിലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഈ പറയുന്ന ക്യാമറയുടെ ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ iOS 15.6 നിങ്ങൾ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടും ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ അതിപ്പോൾ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം അതിലേറ്റവും കൂടുതൽ സെക്യൂരിറ്റി പാച്ചസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു 15.6ൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും കാണണം. അതേപോലെ നമ്മുടെ iOS 15.6 ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. കാരണം അത് ഒരു സെക്യൂരിറ്റി പാച്ചാണ്. അത് നമ്മുടെ ഡിവൈസിൽ ഏറ്റവും നെസസറി ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ iOS 15.7ൻ്റെ ബീറ്റ മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്കിലൊക്കെ കിട്ടേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ iOS 16 ബീറ്റ 5ൻ്റെ ആ റിലീസും നെക്സ്റ്റ് വീക്കിൽ ഒരു 3-4 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടണം. കാരണം ആപ്പിൾ ഇപ്പോൾ വീക്കിലി അപ്ഡേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് അടുത്ത വീക്കിൽ
കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും പറയാണ്ട് ആപ്പിളാണ് നമുക്ക് ഒരിക്കലും കണ്ണും പൂട്ടി നമ്പാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ബീറ്റ 4ൻ്റെ പുതിയ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷനും അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ കോണ്ടൻറ്റുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം ആപ്പിൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് അപ്ഡേഷൻസും അതേപോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Abin Pr.